നമസ്കാരം. വിതച്ചത് കൊയ്യുമെന്നുള്ള ചൊല്ല് എത്ര അർത്ഥവത്താണ് എന്ന് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാണ് മനസ്സിലാകുന്നത്. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് 450 യാത്രക്കാരെ ബന്ദികളാക്കിയെന്ന വാർത്ത കേട്ടപ്പോൾ തോന്നിപ്പോയതാണിത്. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ തട്ടിയെടുത്തതിന് പിന്നിൽ. തുടർന്ന് പാകിസ്ഥാനും ബലൂച്ച് ലിബറേഷൻ ആർമിയും സംഘർഷങ്ങൾ തുടരുകയാണ്. സൈനിക നടപടികൾ ആരംഭിച്ചാൽ ബന്ദികളെ കൊല്ലുമെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി വക്താവ് ജിയാൻത് ബലൂച്ച് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അത് വകവയ്ക്കാതെ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഈ വാർത്ത കേട്ട് അപലപിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം തീവ്രവാദികളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ഭീകരവാദ സംഘടനകൾക്ക് സഹായം നൽകിയ പാകിസ്ഥാൻ ഇപ്പോൾ അക്കിടി പറ്റിയിരിക്കുകയാണ്. പാലും തേനും കൊടുത്ത് തീവ്രവാദികളെ വളർത്തി പുഷ്ടിപ്പെടുത്തി ഇന്ത്യയെ ആക്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്നെങ്കിലും തിരിച്ചടി കിട്ടുമെന്ന് പാകിസ്ഥാൻ ഓർക്കണമായിരുന്നു. 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടനയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് സംരക്ഷിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ട കശ്മീരിന്റെ മണ്ണ് സ്വന്തമാക്കാൻ വ്യാമോഹിക്കുന്നവരാണല്ലോ ഇവർ. ഇതുമല്ല, ഇതിന്റെ അപ്പുറവും വരും. ബലൂച്ച് ലിബറേഷൻ ആർമി നേരത്തെയും പാകിസ്ഥാനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ സ്വാതന്ത്ര്യത്തിനായി പതിറ്റാണ്ടുകളായി പോരാടുന്ന ഒരു വിഘടനവാദ സംഘടനയാണ് BLA. അപ്പോൾ സ്വാതന്ത്ര്യമാണ് പ്രശ്നം. സ്വന്തം കാര്യം നോക്കാതെയാണ് കശ്മീരിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇവർ പ്രസംഗിച്ചത്. അതിനപ്പോൾ തന്നെ ഇന്ത്യ കണക്കിന് കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും വിഷയത്തിലോട്ട് കടക്കുമ്പോൾ 100-ലധികം പാകിസ്ഥാൻ സൈനികർ തങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി പറഞ്ഞിരുന്നു. ചെറുത്തുനിൽപ്പിനിടെ 6 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം. പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ നിന്ന് പത്ഖോൺഖയിലെ പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് തട്ടിയെടുത്ത് യാത്രക്കാരെ ബന്ദികളാക്കിയത്. റെയിൽവേ ട്രാക്കുകൾ തകർത്ത് ട്രെയിൻ നിർത്താൻ നിർബന്ധിച്ചതിന് പിന്നാലെ ഇവർ ട്രെയിനിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു എന്നാണ് വിവരം. സ്ത്രീകൾ, കുട്ടികൾ, ബലൂച്ച് യാത്രക്കാർ എന്നിവരെ ഇറങ്ങാൻ അനുവദിച്ചതായും പാക് സൈനികർ, പോലീസ്, തീവ്രവാദ വിരുദ്ധ സേന, ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്നിവയിലെ സജീവ ഡ്യൂട്ടി അംഗങ്ങളെ മാത്രമേ ബന്ദികളാക്കിയിട്ടുള്ളൂ എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി വക്താവ് പറയുന്നത്. ഇതാണ് നന്മ. ജനങ്ങളോടല്ല, തങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന പാകിസ്ഥാൻ സർക്കാരിനോടാണ് അവർക്ക് കലി. എന്നാൽ ഇതുവരെ 104 ബന്ദികളെ മോചിപ്പിച്ചെന്നും 200-ലധികം ബന്ദികളെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും പാകിസ്ഥാൻ സൈന്യത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കിട്ടേണ്ടത് കിട്ടുമ്പോൾ പഠിക്കുമെന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പഠിക്കുകയോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ഒരു കാര്യമേ പറയാനുള്ളൂ: കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.